കളിക്കാൻ പോകുന്ന ഫ്രീ ഫയർ ആണ്. അപ്പോൾ നമ്മളിന്ന് ഫ്രീ ഫയറിലൊരു BR റാങ്ക്ഡാണ് കളിക്കുന്നത്. അപ്പോൾ നമ്മുടെ CS ഒരു സീസൺ വന്നിട്ടുണ്ടായിരുന്നു. 6 ദിവസത്തിന് സീസൺ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ നമുക്ക് സീസൺ 18 ജൂണിന് കാണിക്കും. അപ്പോൾ അതെന്ത് സംഭവം എന്ന് വെച്ചാൽ നമ്മുടെ ഇതിൽ സീസൺ വരുന്നുണ്ട്. അപ്പം നമ്മുടെ റാങ്ക് കുറയും. ഇപ്പോൾ പ്ലാറ്റിനുള്ള ആൾക്കാരാണെങ്കിൽ അതിൻ്റെ ഗോൾഡ് ആവും. ഇപ്പോൾ എന്തായിരുന്നു ഡയമണ്ട് ഉള്ള ആൾക്കാരിന് പ്ലാറ്റിനുള്ള ആൾക്കാരിന് അത് ഗോൾഡ് ആവും. ഗോൾഡുള്ള ആൾക്കാർ പഠിക്കേണ്ട, അത് പിന്നിക്കില്ല. ഇപ്പോൾ ഗോൾഡുള്ള ആൾക്കാർ ഒരു കാര്യം ചെയ്യുക, റാങ്ക് പുഷ് ചെയ്യാതിരിക്കുക. അല്ലെങ്കിൽ എനിക്ക് 6 ദിവസം കൊണ്ട് റാങ്ക് പെട്ടെന്ന് ഹീറോയ്ക്ക് വെക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ പുഷ് ചെയ്തു. എല്ലാവരും BR നിർത്തിയിട്ട് CS പുഷ് ചെയ്യാൻ നോക്കുക, ആണ് കുറച്ചുകൂടി നല്ലത്. അപ്പോൾ നമുക്ക് നേരെ എപ്പോഴും ഞാൻ ഈ കോസ്റ്റ്യൂം തന്നെ, എപ്പോഴല്ല BR കളിക്കുമ്പോൾ ഈ കോസ്റ്റ്യൂം ഇടാറ്. അപ്പോൾ നമുക്ക് കോസ്റ്റ്യൂം നൈസായിട്ട് മാറ്റാം. ഒന്ന് പവറൊക്കെ എല്ലാ ബണ്ടിലും ഒരുമിച്ചിട്ടൊക്കെ നമ്മളുടെ എന്തായിരുന്നു ആ സമയത്ത് ആനിവേഴ്സറീൻ്റെ ഷൂവും പാൻറ്റും, പിന്നെ ഞാൻ മാജിക് ക്യൂബിൽ മേടിച്ച മുടിയും പിന്നെ മാസ്കും പിന്നെ ഹീറോയ്ക്ക് അടിച്ച എൻ്റെ ഡ്രസ്സും. അങ്ങനെ എൻ്റെ ഒരു ഡ്രസ് കോമ്പിനേഷൻ എന്ന് വെച്ചാൽ ആരാധ കളി കലഹാരി മാപ്പാണ് കിട്ടിയത്. കുറച്ച് ബർഗൻട്രി മാപ്പാട്ടെങ്കിൽ ബർഗൻട്രി മാപ്പ് നന്നായിട്ട് കളിക്കാൻ ബർഗൻട്രി മാപ്പ് ഞാൻ പ്രോ അടിക്കുന്ന കൊണ്ട് 1 മീറ്റർ പിന്നെ എന്താ അടിക്കും എന്നിട്ടാണ് അടിക്കുന്നത്. ഒരു പ്രോയങ്ങളുണ്ട്. പക്ഷെ ഇറങ്ങലായിരുന്നു ഡോക്ടറിൽ ഞാൻ ഒരു ദിവസം ഇറങ്ങി നോക്കിയതാ. ഒരിക്കലും ഇവോ ഡ്രാഗൺ M10 ഇതിലെല്ലാം പറഞ്ഞു. അത് കണ്ടപ്പോൾ തന്നെ ഇവോ ഡ്രാഗൺ M10 അതെ ഒരു ഗോൾഡൻ സ്ലൈഡിലോട്ട് സ്ലൈഡ് പോയില്ലേ, അതാണ് ഞാൻ പറഞ്ഞ് ചിലമാർ ടോപ്പ് പറഞ്ഞ് കുറേ എണ്ണം ടോപ്പാണ് ഞാൻ. പക്ഷെ ന്യൂബാള് കളി തുടങ്ങിയ ആൾക്കാരല്ല, പ്രോ ആൾക്കാണ്. ഇത് നമ്മൾ ഫ്രീ ഫയർ ഇട്ട ആൾക്കാരാണ്. ഇങ്ങനെ നമ്മൾ സോള് കളിക്കുമ്പോൾ ഇമ്മളത്തെ പോലത്തെ ആൾക്കാരായിരുന്നു തോന്നുന്നു. ചിലമാർ ടോപ്പപ്പ് ചിലമാർ ടോപ്പപ്പ് അല്ല പോലത്തെ. നമ്മൾ ചില സമയത്ത് സംസാരിക്കില്ല കുറച്ച് നേരം. നമ്മൾ ഗണ്ണ് എടുക്കുന്നുണ്ട്. നമ്മൾ ASIT MP40 ആണ് എടുക്കുന്നത്.
എങ്ങനെയൊക്കെ കുത്തി പിടിച്ചിട്ട് എങ്ങനെയൊക്കെ കൊല്ലണം. അങ്ങനെ കുത്തി പിടിച്ചിട്ട് ഒന്നുണ്ട് നമ്മള്. ഇതെവിടെ നിന്നാണ് വന്നേ? ഇതെവിടെ വന്നേ? ഓ MP5 പ്രോ നല്ല പ്രോ MP5 എടുത്ത് വന്നിട്ട് അടിച്ചിട്ട് നമ്മൾ ഇറങ്ങിയിട്ട് 2 മിനിറ്റ് ആയിട്ടുള്ളൂ. അപ്പം തന്നെ നമുക്ക് 2 കില്ല് കിട്ടിയിട്ടുണ്ട്. റഫണർക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെ എത്തിയിട്ട് 2 മിനിറ്റ് ആകുമ്പോഴേക്കും ഞാൻ ചത്തുണ്ടാവും. ഏകദേശം ഇങ്ങനെ ഞാൻ വന്ന പോലെ വരുന്ന ആൾക്കാരൊക്കെ നമ്മളെ റഫണറിക്കാണ് പോവുക. അവിടെ നിറയെ കില്ല് കിട്ടുമല്ലോ. എനിമീസൊക്കെ അവിടെ എല്ലാം ഇറങ്ങുക. കൂടുതൽ ഇങ്ങനത്തെ M8 വൃത്തന്മാരാണ്. M8 MP40 ആയിട്ട് കളിക്കുമ്പോൾ എനിക്ക് MP40 എന്ന് പറഞ്ഞൊരു കളിക്കാർക്കറിയാം. ഇപ്പന്മാർ വരുമ്പോൾ ഓന്മാർ 2 അടിക്കും. ഒടിക്കാണെങ്കിൽ പെട്ടെന്ന് തെന്നി മാറാനൊന്നും പറ്റില്ല. ആണ് ഞാൻ M8ന് മുമ്പിൽ മാത്രം നോക്കണേ. അല്ലെങ്കിൽ കുത്തി പിടിച്ചാലും ഞാൻ M8നെ കൊല്ലൂട്ടാ. ഞാൻ മുകളിൽ നിന്ന് കുത്തി പിടിച്ചെടുത്താൻ പോകുന്നുണ്ട്. ഒരു എമ്മിനെ കാണില്ലേ ഗൈസ്? ഇവിടെ നിന്നിട്ട് കാര്യം നമ്മക്ക് പോവാ. വണ്ടി ഉണ്ടാ? വണ്ടി ഒന്നും എടുക്കണ്ട, സൗണ്ട് ഉണ്ടാവും. ഏറ്റവും ഒരു നടുഭാഗം എന്ന് വെച്ചതാണ് കേട്ടാ. ഒരു നടുഭാഗം റഫണറിൻ്റെ അടുത്താണ്. അതുകൊണ്ട് ഇച്ചിരി പേടുണ്ട്. നടുഭാഗത്തിൽ പോവാം നമുക്ക്. ഇതടിച്ചിട്ടുണ്ട്. ചുറ്റും നോക്കിയിട്ട് വേണം ഗൈസ് പോവാൻ. ചുറ്റും നോക്കിയിട്ട് വേണം. ചുറ്റും നോക്കണം. അത് എപ്പോഴാണ് പോലും അറിയില്ല. ഇവിടെ വായെടുത്തുള്ളി കണ്ടില്ലേ ഗൈസ്? അല്ല, എനിക്ക് പിടിച്ചെത്താൻ പറ്റില്ല. നമുക്ക് 43+ എത്തിയിട്ടുണ്ട്. അത് മതി ഗൈസ്, അത് മതി ഗൈസ്. ഇത് പാർട്ട് 1 ആണ് BRൻ്റെ. പാർട്ട് 2 ആണെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇനി പാർട്ട് 2 നമ്മൾ ഇടും. അപ്പം നമ്മളെ വീഡിയോ എത്തുള്ളൂ. അപ്പം നിങ്ങൾ ലൈക്ക് ചെയ്യണം, സബ് ചെയ്യണം, ഷെയർ ചെയ്യണം. ബൈ.